പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, അത് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഭയം പിടിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ അവരുടെ നന്മയെ ചോർത്തിക്കളയുന്ന ആമേൻ മിദ്യാന ശക്തികൾ ആമേൻ ഹല്ലേലൂയ ഇവരുടെ നന്മയെ മുഴുവനും ചോർത്തിക്കളയുകയാണ്, നശിപ്പിച്ച് കളയുകയാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചു ആമേൻ ഹല്ലേലൂയ അവരുടെ കൃഷിയിടങ്ങളും അവരുടെ കന്നുകാലികളും ഒക്കെ അവർ ഹല്ലേലൂയ സ്വരൂപിച്ച് അവരൊന്ന് ഉയർന്നു പൊങ്ങി വരുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ചില ശക്തികൾ അവർക്ക് വിരോധമായി എഴുന്നേറ്റ് അവരുടെ കന്നുകാലികളെയും അവരുടെ കൃഷിയിടങ്ങളെയും നശിപ്പിച്ചു പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എത്ര ഭയങ്കരമാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആമേൻ ഹല്ലേലൂയ പല കാര്യങ്ങളും നശിപ്പിച്ചു കളയുവാൻ ശത്രു എഴുന്നേൽക്കുന്നത്. നമ്മുടെ ജോലി ആമേൻ, നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പഠിച്ച് അധ്വാനിച്ച് ഒരു ജോലി വാങ്ങിക്കുമ്പോൾ അതിന് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു ഹല്ലേലൂയ നമ്മൾ ആമേൻ ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ അധ്വാനിച്ച് സ്വരൂപിച്ച് കൂട്ടുന്ന, അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ അന്നന്ന് വേണ്ടുന്ന ആഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വരൂപിച്ച് കൂട്ടുന്ന സാമ്പത്തിക നന്മകളെ ചോർത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഉയരുവാൻ കഴിയുന്നില്ല, എത്ര ഉണ്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ അതിനെ അതിജീവിക്കും. ഇന്ന് ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ അടിച്ചാൽ അതിനെ നീ അതിജീവിക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും ഹല്ലേലൂയ ഇതുവരെ തകർത്ത് കളഞ്ഞ, ഇതുവരെ ആമേൻ ഹല്ലേലൂയ ഉടച്ചു കളഞ്ഞ മണ്ഡലത്തിൻ്റെ മേൽ എൻ്റെ ദൈവം എഴുന്നേറ്റ് പണിയും എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഇവിടെ കേൾക്കണം, ഇവിടെ വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ വ്യക്തമായി പറയുന്നു, വിജ്ഞാന ശക്തികൾ ആമേൻ ഇസ്രായേൽ ജനം അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ നന്മ അവരുടെ കൈകളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അത് നശിപ്പിച്ചു കളയുവാൻ മിദ്യാന ശക്തികൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു സൈന്യമായി വെട്ടിക്കിളി പോലെ അവർ ഹല്ലേലൂയ പാളയമറിഞ്ഞ് അതിനെ നശിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ഗിദെയോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആമേൻ ഹല്ലേലൂയ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവായ ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലല്ലോ. പലരും ചിന്തിക്കാറുണ്ട്, എനിക്കെന്താ ഈ ഗതി വന്നത്, എനിക്ക് എന്തുകൊണ്ട് ഈ കടഭാരം വരുന്നു, എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വരുന്നു, എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടത വരുന്നു, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പരാജയമാണല്ലോ എന്നാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഒന്ന് വിളിച്ചു പറയാം, ഹല്ലേലൂയ സർവശക്തനായ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ്, സർവശക്തനായ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ് നിനക്ക് ഈ കഷ്ടത വന്നത്, നിനക്ക് ഈ പ്രതികൂലം വന്നത്. എന്തിനാണെന്നറിയാമോ? ദൈവമാരാന്ന് തെളിയിക്കുവാൻ വേണ്ടി, നീ സേവിച്ച് നിൽക്കുന്ന ദൈവമാരാന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ ഈ കഷ്ടത നിങ്ങൾക്ക് വന്നത്. ഹല്ലേലൂയ. എവിടെ നോക്കണം, ഇത്രയും കഷ്ടതകളുടെ നടുവിലൂടെ കടന്നു പോയിട്ടും ഹല്ലേലൂയ ദൈവം അവരോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ഈ ബലത്തോടെ നീ പോവുക. ആമേൻ. ഹല്ലേലൂയ. ഒരു പക്ഷെ ദൈവം നമുക്കൊരു കഷ്ടത അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ ഒരു പ്രതികൂലം വന്നാൽ ദൈവം നമുക്ക് ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു പ്രയാസം വരുത്തിയാൽ ഭാരപ്പെടരുത്, ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അത് നന്മയ്ക്കാണെന്ന് നീ വിചാരിച്ചോണം. അത് നന്മയ്ക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവം പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്നെ താഴ്ത്തുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാരണം കാൽവരിയുടെ പുലക്കളത്തിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നിന്നെ വീണ്ടെടുത്ത് ജയാളിയായ ഒരു കർത്താവ് നമ്മളെ കൂടെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. മിദ്യാന ശക്തികളെ ഹല്ലേലൂയ പരാജയപ്പെടുത്തുന്ന അഭിഷേകം നിന്റെ മേലുണ്ട്. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിൻ്റെ തലയെ തകർക്കുവാനുള്ള അഭിഷേകം നിന്റെ മേൽ ദൈവം പകർന്നു തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് ഹല്ലേലൂയ നിങ്ങൾ വിചാരിച്ച് കളയരുത് ഹല്ലേലൂയ ഈ കഷ്ടത എന്നെ തകർക്കുവാനാണ്, ഈ മിദ്യാന ശക്തികൾ വന്നത് എന്നെ ഉടച്ചു കളയുവാനാണ്, ഈ രോഗം വന്നത് എന്നെ ഈ ഭൂമിയിൽ തുടച്ചു മാറ്റാനാണ്. നോ അങ്ങനെ വിചാരിക്കരുത്. ഈ പ്രതികൂലം വരുമ്പോൾ ഓർത്തോണം എനിക്കൊരു ഉയർച്ചയുണ്ട്, ഈ കഷ്ടത വരുമ്പോൾ ഓർത്തോണം ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരും, ഈ പ്രതിസന്ധി വരുമ്പോൾ ഓർത്തോണം എൻ്റെ ദൈവം എന്നെ ഒരു നാളും കൈവിടത്തില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ദൈവം എന്നെ ഒരു നാളും കൈവിടാത്ത ദൈവം, ഈ എന്നെ അനാഥനെ വിടാത്ത ദൈവം.
ഹല്ലേലൂയ. നിങ്ങൾ പരാജിതനല്ല, നിങ്ങൾ ജയാളിയാണ്. കടഭാരം വന്നുകൊള്ളട്ടെ, ഭാരം വന്നുകൊള്ളട്ടെ, പ്രതികൂലം വന്നുകൊള്ളട്ടെ, രോഗം വന്നുകൊള്ളട്ടെ, കഷ്ടതകൾ വന്നുകൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ഒരു നാളും കൈവിടാത്തൊരു ദൈവം, ഒരു നാളും അവൻ ഉപേക്ഷിക്കാത്ത ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങളെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം. ഏത് മിദ്യാന ശക്തി വന്നാലും, ഏത് ഫറവോൻ ശക്തി വന്നാലും, ഹല്ലേലൂയ, ഞാൻ പരാജയപ്പെടുത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ നടുവിലും, ആമേൻ, ഹല്ലേലൂയ, ചെങ്കടൽ രണ്ടാക്കി പിളർത്തി ചെങ്കൽ പാതയൊരുക്കിയ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കണ്ടിരിക്കും, നിങ്ങൾ വിടുതലുകളെ കണ്ടിരിക്കും. അത് 100% ഉറപ്പാണ്. ഇത് പരാജയത്തിൻ്റെ ദൈവമല്ല, ഇത് ആമേൻ ഹല്ലേലൂയ താളടിയാകുന്ന ദൈവമല്ല, ഇത് ജയത്തിൻ്റെ ദൈവമാണ്. ഇത് ഹല്ലേലൂയ അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടത്തില്ല, ഒരിക്കലും നിങ്ങൾ താളടിയായി പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരണം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.